അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്ര രുക്കുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അച്ഛനെയും കൊണ്ട് തന്നെ നീ വരാൻ പാടുള്ളൂ, ഒരിക്കലും സാക്ഷിപാത്രത്തിൽ ഒപ്പിട്ടും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് മുകുന്ന റൂമിലിരുന്നിട്ട് ലാപ്ടോപ്പിൽ ഇങ്ങനെ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം രുക്കു വളരെ നൈറ്റ് ഡ്രസ്സ് പോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് മൂന്നിന് ചായയും കൊണ്ട് പോകണം കേട്ടോ. എന്താ മൂന്തേട്ടാ ഇതാ ചായ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. എന്താ നീ വന്നത്, രമ്യ എവിടെ എന്ന് ചോദിക്കുക. ഇല്ല, എന്താ എനിക്ക് വരാൻ പാടില്ല, ഞാൻ ചായ കൊണ്ടുവരാൻ പാടില്ലേ എന്ന് ചോദിക്കുക. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മൂന്നിന് ആ ചായ വാങ്ങണം കേട്ടോ. അതിനുശേഷം രുക്കു പോവാതെ അവിടെ നിൽക്കുമ്പോൾ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ രുക്കു അങ്ങനെ ഒരു ശൃംഗാരഭാവത്തിൽ മൂന്നിനെ നോക്കുകയാണ് കേട്ടോ. ഞാനേ ചേച്ചിയുടെ അടുത്ത് ആ സാക്ഷിപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അത് നല്ല കാര്യമാണ്, നിനക്ക് ഇപ്പോഴെങ്കിലും ബോധം വന്നല്ലോ, നല്ല കാര്യമാണ് അത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പെട്ടെന്ന് തന്നെ മുകുന്ദൻ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ രുക്കു പെട്ടെന്ന് വാതിലടക്കുകയാണ് കേട്ടോ. അതിനുശേഷം മുകുന്ദൻ ചോദിക്കേണ്ടത് എന്താ നീ ചെയ്യണേ, എന്തിനാ നീ വാതിലടച്ചത് എന്നിങ്ങനെ ചോദിക്കണേ. അതേ ഒരു കളിയുണ്ട്, നീ വാതിൽ തുറക്കുക എന്ന് മുകുന്ദൻ പറയണം കേട്ടോ. അതേസമയം രുക്കു തുറക്കുകയില്ല, വാതിലിനെ ചാരി നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് അവിടുത്തെ ബഹളം കേട്ടതിന് ശേഷം രമ്യയും മഞ്ജുവും അർച്ചനയും എല്ലാവരും കൂടി ഓടി വരികയാണ് കേട്ടോ. എന്താ പുറത്ത്, എന്താ സംഭവം, എന്താ അത് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവർ പുറത്ത് വാതിലടിക്കുകയാണ് കേട്ടോ. അതേസമയം മുകുന്ദൻ പോയിട്ട് പെട്ടെന്ന് വാതിൽ തുറക്കുകയാണ്. മുകുന്ദൻ വാതിൽ തുറക്കുന്ന സമയത്ത് രുക്കു അങ്ങനെ വസ്ത്രങ്ങളും അതുപോലെ മുടിയും എല്ലാം അങ്ങനെ കീറിപ്പെറിഞ്ഞ പോലെ ആക്ഷൻ കാണിച്ചിട്ട് നിൽക്കുക കേട്ടോ. എന്താ ഇവിടെ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മൂന്തേട്ടൻ എന്നെ കയറി പിടിച്ചു, ഞാൻ മൂന്തേട്ടന് ചായ കൊണ്ട് വന്നതാണ്, പക്ഷേ മൂന്തേട്ടൻ എന്നെ കയറി പിടിക്കുകയാണ് ചെയ്തത്, എന്നോട് അപമര്യാദയായി പെരുമാറി എന്ന് രുക്കു കരഞ്ഞുകൊണ്ട് പറയുകയാണ് കേട്ടോ. അത് കേട്ടതും രമ്യയ്ക്ക് അങ്ങനെ ഭൂമി പിളർന്ന് താഴെ പോയ പോലെയായി കേട്ടോ. മൂന്തൻ അയ്യോ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതാരും വിശ്വസിക്കുന്നില്ല. രുക്കുവിൻ്റെ അഭിനയം തകർത്ത് അഭിനയിക്കുകയാണ് കേട്ടോ. അതേസമയം അച്ചു വന്നിട്ട് മൂന്തനോട് എല്ലാവരും കൂടി അമ്പാട്ടി വീട് ആകെ ഇതുവരെ കാണാത്ത തരത്തിലൊരു കുലുക്കം സംഭവിക്കാൻ പോവുകയാണ്. അച്ചു അങ്ങനെ മുകുന്ദനെ അടിക്കാനും അതേപോലെ മുകുന്ദൻ അതിൽ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷേ രുക്കു എല്ലാം കണ്ടിട്ട് കരയണതിൻ്റെ ഇടയിൽ നല്ല മനസ്സിലിങ്ങനെ നിങ്ങൾക്ക് വെച്ച പണിയാണ് ഇത് ഞാൻ എന്നിങ്ങനെ കരുതിക്കൊണ്ട് നിൽക്കുക.